ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എന്താ പറയുക എണീറ്റ് ഇവിടെ ഒരു സമയം 8 മണിയായി. അപ്പോൾ അവരവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ട് നിൽക്കുക. ഇവിടെ നിന്ന് ഒരു 9 മണിയാകുമ്പോൾ തിരിക്കാം എന്നൊക്കെയാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. ബട്ട് രാവിലെ മഴയാണ്, നിങ്ങൾക്ക് കാണാമെന്നറിയില്ല. രാവിലെ മഴയാണ്. മഴ മാത്രമല്ല, അതിൻ്റെ കൂടെ ചെറുതായിട്ട് സ്നോഫോൾ പോലെ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് താഴെ വീണ ഉടനെ ഇതായി പോവാം, മെൽറ്റായി പോവാണ്. താഴെ ഇങ്ങനെ നിൽക്കുന്നില്ല, ബട്ട് സ്നോഫോൾ ഉണ്ട്. ഞാൻ നോക്കട്ടെ, ഞാൻ ബാക്കിലത്തെ ക്യാമറയിൽ കാണിച്ചു തരാം എത്രത്തോളം ക്ലിയർ ആവുമെന്നറിയില്ല. ഇതുണ്ടോ, മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ വെള്ള നിറത്തിൽ ഇത്തിരി വലിപ്പമുള്ള സാധനങ്ങൾ താഴോട്ട് വീഴുന്ന കാണാൻ പറ്റും. അപ്പോൾ അത് സ്നോ ആണ് ആക്ച്വലി. പക്ഷെ നമുക്കത് തൊടാനും പിടിക്കാനൊന്നും വയ്യ. അത് താഴെ എത്തുമ്പോഴത്തേനും അങ്ങ് മെൽറ്റായി പോവാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ ട്രിപ്പ് സമയത്ത് നടക്കുമെന്നറിയില്ല. ചിലപ്പോൾ ഇത്തിരി ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് ഒരു 5-6 മണിക്കൂർ റൈഡുണ്ട്. ഇവിടെ നിന്ന് ഫുനാക്ക എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതെ, തീരെ തിരക്കൊന്നുമില്ല, പക്ഷേ നല്ല രസമുള്ള സ്ഥലം. പിന്നെ ഇതുണ്ട്, ഇവിടെ ഈ സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കെട്ടിടത്തിൻ്റെയും റൂഫിൽ ടെറസ് ഉണ്ടാവില്ല. അത് ഇവിടുത്തെ റൂളാണ്. എല്ലാം ഇതേപോലെ ഇച്ചിരി ചരിഞ്ഞ മേൽക്കൂരകളാണ്. ഇവിടെ അങ്ങനെയാണ് അവർ എല്ലായിടത്തും ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ. തിൻഫു റെസിഡൻസി എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അത്യാവശ്യം വലിപ്പമുള്ള നല്ല വൃത്തിയുള്ള റൂമൊക്കെ ഉള്ള ഒരു ഹോട്ടൽ. അപ്പോൾ ഇവിടെ തിൻഫുവിൽ ഇന്നത്തെ വെതർ പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവസ്റ്റ് -2ഉം ഹയസ്റ്റ് 4 ഡിഗ്രിയാണ്. പക്ഷേ ഇന്നലെ രാത്രിയല്ല, ഇന്ന് രാവിലെ ഞങ്ങൾ എണീറ്റപ്പോൾ എന്നുവെച്ചാൽ ഒരു 6:45-7 മണി ടൈമിൽ -4 ഡിഗ്രി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് -2 ആയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. മുഖമൊക്കെ ഇങ്ങനെ നല്ല തണുത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം പുറത്ത് നിൽക്കുന്നുണ്ട്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരത് മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, എന്താ പറയുക, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വെളിയിൽ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ്. നമ്മുടെ ബൈക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ നനഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പോകുന്ന കാര്യം ഇത്തിരി കഷ്ടപ്പാടാവും. റെയിൻ കോട്ടൊക്കെ ഉണ്ട്. തണുപ്പ്, അസഹനീയ തണുപ്പാണ് ഈ വണ്ടി ഓടിക്കുമ്പോഴേ. ഇങ്ങനെ ചുമ്മാ നിൽക്കുമ്പോൾ ഇത് ഫീൽ ചെയ്യുന്നതിനേക്കാളും ഒരു 4-5 ഇരട്ടി എനിക്ക് തോന്നുന്നു ബൈക്ക് ഓടിക്കുമ്പം ഫീൽ ചെയ്യും. ഇങ്ങനെ പ്രശ്നമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇനി പോയി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂം. നമ്മൾ ഏകദേശം ചെക്കൗട്ടിൻ്റെ പരിപാടികളൊക്കെ ആയി. റൈഡിങ് ജാക്കറ്റ് സാധനങ്ങളൊക്കെ മാത്രമേ വെളിയിലുള്ളൂ. വെളിയിൽ നല്ല കാഴ്ചയാണ്. മഞ്ഞ് മുഴുവൻ ഫുള്ള് മൂടലാണ്, ക്ലൗഡാണ് ഫുള്ള്. നേരത്തെ കുറച്ച് മുന്നേ ഇവിടെ ചെറിയ സ്നോഫോൾ വന്നപ്പോൾ ഈ മൗണ്ടൻസിന് മുകളിലൊക്കെ വെള്ള നിറം കാണാമായിരുന്നു. മരത്തിലൊക്കെ ചിലപ്പോൾ കാണാൻ ദൂരെ അവിടെ ആ മലയിലൊക്കെ ഇപ്പോഴും ചെറുതായിട്ട് മരങ്ങളുടെ മുകളിലൊരു വൈറ്റ് കളർ കാണുന്നുണ്ട്, മഞ്ഞ് വീണേൻ്റെ. ജനൽ തുറന്നിട്ടേക്കോ, നല്ല തണുപ്പാണ്. ഇപ്പോൾ 0 ഡിഗ്രി കണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മഞ്ഞും തണുപ്പും മഴയൊക്കെ ഉണ്ട്. സോ ഇതെല്ലാം കൂടെ വാരി ഇട്ടു. റെയിൻ കോട്ട് ഇട്ടു ഇൻ കേസ് മഴ പെയ്യുകയാണെങ്കിൽ. പിന്നെ എന്താ പറയുക, തണുപ്പുണ്ടെങ്കിൽ കുറേയൊക്കെ റെയിൻ കോട്ട് തന്നെ പിടിച്ചോളും, മഴയില്ലെങ്കിൽ തന്നെ. സോ അങ്ങനെ നമ്മളെ ട്രിപ്പ് അധികം താമസിക്കാതെ സ്റ്റാർട്ട് ചെയ്യും. ബൈക്കൊക്കെ ഇവിടെ റെഡിയാണ്. അവർ രാവിലെ സ്റ്റാർട്ട് ചെയ്തൊക്കെ വെച്ചു. നമുക്ക് നോക്കാം ബാക്കി എന്തൊക്കെയാണെന്ന് വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് പോകുമ്പോൾ കാണാം.
ഇതാ നമ്മൾ കുറേ ദൂരം വണ്ടി ഓടിച്ച് ഇപ്പോൾ ഇവിടുത്തെ ദോച്ചുല എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഇവിടുത്തെ ഒരു മൊണാസ്ട്രി പോലത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്നോ ഉണ്ട് കേട്ടോ, ഭയങ്കര തണുപ്പാണ്. ഇതാ വെള്ള നിറത്തിൽ ഇതിൻ്റെ റൂഫിൻ്റെ മുകളിലൊക്കെ കാണുന്ന മൊത്തം സ്നോ ആണ്, വേറൊന്നുമില്ല. കുറേ ദൂരം വരുന്ന വഴി കുറേ ദൂരം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ബിക്കോസ് ഭയങ്കര തണുപ്പാണ്. ഗ്ലൗസൊന്നും ഊരാൻ ഒക്കത്തില്ല, അമ്മാതിരി തണുപ്പാണ്. സോ നമ്മളിപ്പോൾ ബാക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ തോന്നും. മേളിലോട്ട് ക്യാമറയൊക്കെ അലോട്ടാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കട്ടെ. എല്ലാവരും കയറിപ്പോയി. ഞാൻ പതുക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് പതുക്കെ കയറി പോകുന്നു. എന്തായാലും സൂറായി താഴെയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ തന്നെ ഇവിടെ നല്ല വൃത്തിക്കേറി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഈ ഫ്ലാഗ് ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാം 5 കളർ, ആ 5 കളർ മാത്രമേ ഉള്ളൂ ഫ്ലാഗിനകത്ത് മൊത്തം. ആണ് സ്നോ കിടക്കുന്ന വെച്ചാൽ ആ കിടക്കുന്നൊക്കെ സ്നോ അകത്തോട്ടൊക്കെ പോയി. നമ്മൾ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി പിന്നെ മുകളിലെത്തി. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ ഇതിൻ്റെ ചുറ്റും നടക്കാമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. നോക്കാം എത്ര നേരം നടക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ തിംഫുവിൽ നിന്ന് പുനാക്ക സൈഡിലോട്ട് പോകുമ്പോൾ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലമാണിത്, ഈ ദ്രോച്ചുള എന്ന് പറയുന്നത്. ചുറ്റിനും മലകളാണ്. നല്ലോണം അണയ്ക്കുന്നുണ്ട്. നമ്മൾ നല്ല ഓൾട്ടിറ്റ്യൂഡായിരിക്കും. ഇവിടെ എത്ര 3000 സംതിങ് മീറ്റർ മുകളിലാണ് നമ്മളെന്നാണ് പറഞ്ഞത്. ഇനി കറക്റ്റ് എത്രയാണെന്ന് അറിഞ്ഞൂടാ. വാച്ചും ഫോണും എല്ലാം വാച്ചൊക്കെ അകത്താണ്, വാച്ചിനകത്താണെങ്കിൽ കറക്റ്റ് ഓൾട്ടിറ്റ്യൂഡ് കാണിച്ചത്. ഇതെവിടെയൊക്കെ തറയിൽ മഞ്ഞുണ്ട്. സോ എനിക്ക് ഏകദേശം ഊഹിക്കാം എന്തോരം തണുപ്പുണ്ടാവുന്നു. സാർ ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെയൊക്കെ തോന്നിയിരിക്കും. എല്ലാ ഈ മൊണാസ്ട്രി ലെവലിലുള്ള സാധനങ്ങളൊക്കെ ഈ കണ്ടു കഴിഞ്ഞാൽ ഒരേ സ്ട്രക്ചറാണ്. അവിടെയൊക്കെ നല്ല വെയിലുണ്ട് ചെറുതായിട്ട്. ഇവിടെ പക്ഷേ വെയിലില്ല, ഒരുമാതിരി മൂടി നിൽക്കുമല്ലേ. शिव जी टाइप के नहीं दिख रहे, बैठे शिव भगवान। നേരത്തെ കയറിയ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള പാർക്കാണ് കേട്ടോ, 60th ആനിവേഴ്സറി പാർക്ക്. ഇവിടുത്തെ കിങ്ങിന് 60 വയസ്സായപ്പോൾ
ഇവർ ഇനാഗ്രേറ്റ് ചെയ്ത 11 നവംബർ 2015 ഇങ്ങോട്ടൊരു ചെറിയ സ്ലോപ്പുണ്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫുള്ള് മഞ്ഞാണ് കേട്ടോ. നല്ല തണുപ്പാണ്. എന്നിട്ട് കയറി കുറേ മേളിലോട്ട് പോകാൻ പറ്റും. എല്ലാം കൂടെ രാവിലെ തണുപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഒരു തെർമൽ ഉടുപ്പ്, അതിന് മുകളിൽ സ്വെറ്റർ, അതിന് മുകളിൽ റൈഡിങ് ജാക്കറ്റ്, അതിൻ്റെ മുകളിൽ റെയിൻ കോട്ട്, ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് വലിയ തണുപ്പ് അകത്തോട്ട് കയറുന്നൊന്നുമില്ല, സമാധാനമുണ്ട്. വണ്ടി ഓടിക്കുമ്പോഴും വലിയ ശല്യമൊന്നുമില്ല. അതാ ഇതാണ് ഇവിടത്തേക്ക് കെട്ടിടങ്ങൾ. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്, കാണാമെന്നല്ല. രാവിലെ ഇവിടെ മഞ്ഞ് ഉരുകി തിരിച്ച് താഴോട്ട് വീഴുന്നത്. അടിപൊളി സ്ഥലം. സ്ഥലത്തിന് മാത്രമല്ല, ഇവരിത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വേസ്റ്റ് ഒന്നുമില്ല, എല്ലായിടത്തും നോ ലിറ്ററിങ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എന്തായാലും ചെയ്യില്ല. കൂടെയുള്ള ഗൈഡുമാർ, പുറത്തുനിന്ന് വരുന്നവരുടെ കൂടെയുള്ള ഗൈഡുമാർ എന്തായാലും ചെയ്യാൻ സമ്മതിക്കത്തില്ല. സോ നല്ല വൃത്തിയായിട്ട് പോകുന്നൊരു സ്ഥലം. നമ്മളുടെ ജസ്റ്റ് മേളിൽ കയറി ഈ ബിൽഡിങ്ങിൻ്റെ ലെവലിൽ വന്നു. ഇവിടെയൊക്കെ കുറേശ്ശെ മഞ്ഞുണ്ട് കേട്ടോ. ഇനിയും മിക്കവാറും നമ്മൾ താഴോട്ട് ഇറങ്ങായിരിക്കും. ഇതാണ് ഹയസ്റ്റ് പോയിൻ്റ് എന്നാണ് പറഞ്ഞാൽ നമ്മൾ പോകുന്ന റൂട്ടിൽ. പ്രോബ്ലി നമ്മളിനി താഴോട്ട് ഇറങ്ങുമായിരിക്കും. അപ്പോൾ ഈ മഞ്ഞൊക്കെ ആയിരുന്നു. നമ്മളിതിപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് ദൂരം ഇങ്ങനെ മഞ്ഞ് കണ്ടു പല സ്ഥലത്തൊക്കെ ആയിട്ട്. ആ കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ കയറിയ മൊണാസ്ട്രി ഇരിക്കുന്നത്. നമ്മുടെ ബൈക്ക് ഇതേ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ കയറി നടക്കുന്നുണ്ട്. ഭയങ്കര ആംബിയൻസ് ഉള്ള സ്ഥലം. നമ്മൾ മെയിൻ അമ്പലത്തിൻ്റെ അകത്ത് കയറിയില്ല കേട്ടോ. അവിടെ കയറണം, ചെരുപ്പ് പറഞ്ഞൊക്കെ കാണിച്ചു. അപ്പോൾ ഷൂ ഊരി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് ഷൂ ഊരാൻ മടിയായതുകൊണ്ട് അതിനകത്തോട്ട് കയറിയില്ല. പ്രോബ്ലി ബുദ്ധൻ്റെ പ്രതിമകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അതിനകത്തുണ്ടാവുക. പിന്നെ അകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡും അല്ല. സോ അകത്തുള്ള കാഴ്ചകളൊന്നുമില്ല. ഇപ്പം നമ്മൾ അധികം താമസിക്കാതെ തിരിക്കുന്നതാണ് തോന്നുന്നു. നമ്മുടെ യാത്ര തുടരും. നമ്മൾ ജസ്റ്റ് ഇവിടെ വാഷ്റൂമിലൊക്കെ പോയേച്ച് വന്നു. എന്നിട്ട് ഇവിടെ ഈ നമ്മളീ പടത്തിൽ മുകളിൽ വൈറ്റ് കളറിൽ കാണുന്ന ആക്ച്വലി ഇവിടുത്തെ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് ആണ്. ഈ ഇങ്ങേ അറ്റത്തുള്ളതാണ് ഏറ്റവും വലുത്, ഗ്യാങ്കർ ഫ്യൂൻസം എന്ന് പറഞ്ഞിട്ട് 7570 മീറ്റർ. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ ആക്ച്വലി കാണേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഫുള്ള് ക്ലൗഡ് മൂടി കിടക്കുന്നതാണ്, അതുകൊണ്ട് കാണില്ല. അതിൻ്റെ അപ്പുറം ചൈനയാണ്. അപ്പോൾ അതാണ് ചൈന ബോർഡർ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ബൈക്കിൽ കയറി പോകാനുള്ള പരിപാടിയാണ്. ബാക്കി വഴിയിലെ കാഴ്ച പാക്കാം. വരുന്ന വഴിക്ക് പുനാക്ക എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഈ ഹോട്ടലിലല്ല, വേറൊരു ഹോട്ടൽ. നമ്മൾ കഴിക്കാൻ വേണ്ടി കരുതാം. ഇവർ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് നമ്മളിന്ന് പുനാക്ക വാലിയിലേക്ക് പോകും.
നേക്ക വാലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു താഴ്വരയുണ്ട്, അങ്ങോട്ട് പോകും. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ റിവർ റാഫ്റ്റിങ്ങിന് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട്, ടൈം കിട്ടുന്ന പോലെ. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാമോ. ഇതാണ് നമ്മളിപ്പോൾ കഴിക്കാൻ കയറിയേക്കുന്നത് ചെറിയ റെസ്റ്റോറൻറ്റ്. നമ്മളിതേ കുറേ ദൂരം ഇതിലേക്കൂടെ വണ്ടി ഓടിച്ച് വന്ന് ഇപ്പം ഇങ്ങനെ ഒരു സൂപ്പർ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടോ, അതൊരു കൊട്ടാരമാണ്, പുനാക്ക ഫോർട്ട്, അതായത് പുനാക്കയിലെ കൊട്ടാരം എന്നാണ് തന്നെ പറയുക. ഒരു അടിപൊളി സ്ഥലത്താണ്, നല്ല ലൊക്കേഷനിലാണ്. നോക്കിയാൽ മലയിൽ പിന്നെ താഴെക്കൊണ്ടൊരു പുഴയുണ്ട്, അവിടെ ഒരു പുഴയുണ്ട്, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് അപ്പുറത്തോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ സെൻട്രൽ മിനിസ്ട്രി അവിടുത്തെ ആൾക്കാരുടെയൊക്കെ ഒരു എന്താ പറയുക വിൻ്റർ ടൈം ക്യാമ്പാണിത്. അല്ലാതെ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിവിടുത്തെ രണ്ടാമത്തെ വലിയ എന്താ പറയുക രണ്ടാമത്തെ കൊട്ടാരമാണ് ഇവിടുത്തെ. പിന്നെ ഇപ്പോഴത്തെ രാജാവിൻ്റെ രാജ്ഞിയുടെ കല്യാണം ഇവിടെ വെച്ചായിരുന്നു എന്ന് പറഞ്ഞു. നമുക്കിതിനകത്ത് കയറാൻ പറ്റും, പക്ഷെ വളരെ കുറച്ച് പോർഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറണ്ടെന്ന് വിചാരിച്ചു, ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. ഇവിടെ രണ്ട് പുഴയുണ്ട്. ഇത് ഫീമെയിലും അപ്പുറത്തോട്ട് പറഞ്ഞാൽ മെയിലും ഉണ്ട്. അപ്പോൾ അതവർ അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ അത് ഭയങ്കര അഗ്രസീവായിട്ട് ഒഴുകുന്ന പറഞ്ഞാൽ ഇത് ഭയങ്കര പതുക്കെ ഒഴുകുന്നു. അതുകൊണ്ട് അതിനെ മെയിലെന്നും ഇതിനെ ഫീമെയിൽ എന്നൊക്കെയാണ് പറയുക. അടിപൊളി സ്ഥലം. എന്തായാലും കുറച്ച് നേരം ഞങ്ങൾ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഹിരൺ ബ്രോ അവിടെ നിന്ന് ഫോട്ടോ എടുപ്പിച്ച് തകർക്കുകയാണ്. പല പല പോസിൽ, പല പല രൂപത്തിൽ, പല പല ഭാവത്തിൽ. നരേഷ് ബ്രോയും നമ്മുടെ ജെൻസൺ ബ്രോയും മാറി മാറി ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്, ഒരു രക്ഷയില്ല. നമ്മളിത് അങ്ങനെ നേരത്തെ പോയ സ്ഥലത്തുനിന്ന് ആ പാലസൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ അവിടെ വന്നേക്കാം. ഇവിടെ വന്നു വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിപ്പുണ്ട്. എല്ലാം പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ പറയുക, ഇനി 5 മിനിറ്റ് അങ്ങനെ നടക്കാനുണ്ട്. നമുക്ക് പതുക്കെ നടക്കാം. ചെറിയ വെയിലൊക്കെ ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ ചൂടും പ്രശ്നമൊന്നുമില്ല. തൽക്കാലം റൈഡിങ് ജാക്കറ്റൊന്നും റൈഡിങ് പാൻറ്റും ജാക്കറ്റെല്ലാം ഊരിയിട്ടു, അത് ഇട്ടൊന്നും നടക്കാൻ പറ്റില്ല. സോ അതെല്ലാം ഊരിയിട്ടു. ഇനി നമുക്ക് പതുക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഹാങ് ബ്രിഡ്ജൊക്കെ കണ്ടിട്ട് വരാം. നമ്മുടെ കൂടെ ഒരു പട്ടിയും പോകുന്നുണ്ട് കേട്ടോ മുമ്പിൽ. അവിടെ നിന്ന് തല്ലുപിടിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ. അവൻ്റെ ഇപ്പോൾ നമ്മുടെ കൂടെ മുമ്പിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. അല്ല, അവിടെ അടിവിടാൻ പോവാ. വേറെ 2-3 കൂടെ അടിവിടാൻ വേണ്ടിയിട്ടായിട്ട് പോകും. ഇവന്മാർ 2 തല്ലുപിടിക്കൊണ്ട് മുമ്പ് കിടപ്പുണ്ട് കേട്ടോ. ഇവിടുത്തെ സീനറി നോക്കിക്കോ. ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അതാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇറ്റ് ഈസ് സോ awesome. അടിപൊളി സ്ഥലം. ആ വെള്ളമൊക്കെ കണ്ട് എന്ത് കളറാണത്. ഇതിന് മുകളിൽ ആൾ താമസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എല്ലാ വീടും ഈ കെട്ടിടങ്ങളോ ഏകദേശം എല്ലാത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ സെയിമാണ്. എല്ലാം കേട്ടോ ഒരുപോലിരിക്കും. നമ്മൾ വന്നപ്പോൾ വിട്ടു പറയാൻ പോയ സാധനം കേട്ടോ. ആ വെള്ള കളർ ഫ്ലാഗ്സ് കണ്ടിട്ടില്ലേ, അത് എന്തോ സിമ്പിൾ ഓഫ് പീസോ, അത് സിമ്പിൾ ഓഫ് പീസാണ്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ 108 ഫ്ലാഗ് ഇങ്ങനെ കുത്തി വെക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ കുറേ കുതിരയാണ് തോന്നുന്നു, കുതിരയും പോണി പോലത്തെ സാധനമൊക്കെ ഉണ്ടാവും. കുറേ നിൽപ്പുണ്ട് കേട്ടോ. കുറേ ഇല്ല, 1, 2, 3, 4
ഒരു 8-9 10 ആയിരിക്കും. ഇവിടെ നിന്നാണ് നമ്മുടെ പാലത്തിലോട്ടുള്ള എൻട്രി. എന്തൊരു വ്യൂ, നമുക്ക് പാലത്തിൻ്റെ നടുക്ക് പോയി നോക്കാം. നമ്മളിതാ പാലത്തിലോട്ട് കയറി. നല്ല കുളിപ്പുണ്ട്. ഓ എൻ്റെ അമ്മേ, എന്തൊരു വ്യൂ ആണ്. എങ്ങോട്ട് വയ്ക്കാനും വ്യൂ ആണ്. ഭൂട്ടാനിലൊക്കെ വരുന്നവരിത് മിസ് ചെയ്യരുതിട്ട്. ഇതൊക്കെ ഇവരുടെ എല്ലാത്തിലും, ഐ മീൻ ഇവരുടെ പാക്കേജിലൊക്കെ ഉള്ള സാധനമായിരിക്കും. പക്ഷേ ഒരു രക്ഷയില്ല, അതിമാര വ്യൂ. ഈ പാലത്തിന് 100 മീറ്റർ നീളം കാണുന്നു. നല്ല കുലുക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു കെട്ടിടമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കും ഈ പാലം. നമുക്ക് 2 സൈഡിലും പിടിക്കാതെയൊക്കെ നടക്കാം, പിടിച്ചുകൊണ്ട് നടക്കാം. ഹാങ്ങിങ് ബ്രിഡ്ജാണ്, നല്ല ആട്ടം ഉണ്ടാവും. ഭൂട്ടാനിൽ നമുക്ക് ആക്ച്വലി ഡ്രോൺ പറത്തിപ്പിക്കാൻ പറ്റാത്തത് ഭയങ്കര നഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെറുതെ പൊക്കി പറത്തി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരിക്കും. കുഞ്ഞു പുത്തി ദിവ്യക്ക് അതിനെ കണ്ടാലും പേടിയാണ്. നേരത്തെ ഒരു കഴുതയെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഈ പാലത്തിന്. സോ മനുഷ്യന്മാർ മാത്രമല്ലേ കൂടെ കഴുതയും കുതിരയൊക്കെ പോകുന്നു. ഞങ്ങൾ ഇതുവരെ നടന്ന് ഈ പാലത്തിൻ്റെ അങ്ങേക്കരെ എത്തിയിട്ടില്ല. ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പതുക്കെ പോവാണ്. ഇവിടെ ഓൾമോസ്റ്റ് 4 മണി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ സൺസെറ്റ് ആവും. ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, അത്യാവശ്യമൊക്കെ. താഴെ കൂടെ അതാണ് ഇവിടുത്തെ പോലീസുകാർ കൊണ്ടുവന്ന വാന് ഇഷ്ടംപോലെ കാണാം. മിക്കവാറും മഴയൊക്കെ ആകുമ്പോഴത്തേനും ഈ പുഴ നല്ലോണം നിറയുമായിരിക്കും. നമ്മളപ്പോൾ നടന്ന് പാലത്തിൻ്റെ ഇങ്ങേക്കരെ എത്തി. ഇവിടെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ബ്രിഡ്ജ് വ്യൂ റെസ്റ്റോറൻറ്റ്. പിന്നെ അവിടെ ഒരു കാഫേ, ഇവിടെ ഒരു ജനറൽ ഷോപ്പ്. ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ ഇപ്പുറത്തുള്ള. ഇവിടെ വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ റോഡുണ്ട് ഇതിൽ കൂടെയോ. ഈ സൈഡിൽ കൂടെ കണ്ട ഒരു ചെറിയ റോഡുണ്ട്. ഇവിടെ 1-2 വണ്ടികൾ കിടപ്പുണ്ട്. അപ്പുറത്തെ പാടം, കൊയ്ത്ത് കഴിഞ്ഞ പാടം. ഇവിടെ ആ മലയുടെ മുകളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഫ്ലാഗ്സ് കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന് ഈ ബ്രിഡ്ജിൻ്റെ ഇപ്പുറ സൈഡെത്തി. സമയം ഏകദേശം 4:30 ആവണം. അപ്പോൾ ഇവിടെ സൺസെറ്റിനുള്ള ടൈമൊക്കെ ഇതിനകത്ത് എന്തോരം വെളിച്ചം ഉണ്ടെന്നറിയില്ല. സൺസെറ്റ് ടൈമായി നല്ലോണം. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഇരുട്ടും. നമ്മളപ്പോൾ നമ്മുടെ ബ്രിഡ്ജിൽ കയറ്റമൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഇവിടെ വങ്കി എന്ന് പറഞ്ഞ വേറൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഈ വങ്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ തിരിച്ച് കറങ്ങി നമ്മുടെ ഹോട്ടലിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. സോ നമ്മൾ ആ ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി, വണ്ടിയിലൊക്കെ എല്ലാം റെഡി ആയിരിക്കുകയാണ്. പിന്നെ നമുക്കതൊക്കെ അങ്ങോട്ട് പോകാനുള്ള പരിപാടികൾ നോക്കാം. വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അവിടെ എന്തൊക്കെ കാണാനുണ്ടെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഇപ്പോൾ ഒരു എന്താ ഉണ്ട് പറഞ്ഞു, നമുക്ക് അതൊക്കെ അവിടെ എന്താ ഉള്ളത് നോക്കിയിട്ട് വരാം. നമ്മളപ്പോൾ ഇന്നലത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയായി തിരിച്ചു വന്നപ്പോൾ കുറച്ച് ദൂരം മീൻസ് അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ. രാത്രി എന്താ പറയുക, കുറച്ച് നമ്മളൊരു കാട്ടിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ചു. എന്താ പറയുക, നമ്മളിവിടുന്ന് വേറൊരു ഡിസ്ട്രിക്റ്റിൻ്റെ അതുവരെയൊക്കെ പോയേച്ച് തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് വരികയായത്. അപ്പോൾ പിന്നെ വേറെ വീഡിയോയും അപ്പോൾ പിന്നെ രാത്രിയായിട്ട് പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ കാഴ്ചകൾ
ചിലപ്പോൾ ഇന്നത്തെ നാളത്തെയും കൂടെ ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയ്ക്കകത്ത് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.